കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നേ, ചേച്ചി ഇപ്പം എന്താ സൺഡേ വീഡിയോസ് ഇടാത്തത്, സൺഡേ പള്ളിയിൽ പോകാത്തതുകൊണ്ടാണോ അതോ വീഡിയോസ് എടുക്കാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ച്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഈ സൺഡേ എന്തായാലും പള്ളിയിൽ പോകുമ്പോൾ വീഡിയോ എടുത്തേക്കാന്ന്. അങ്ങനത്തെ ഞങ്ങൾ പതിവ് പോലെ 7 മണിയുടെ കുർബാനയ്ക്ക് പോയിട്ടോ. 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് പതിവ്. പക്ഷേ ഇത്തവണ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് സമയം ബീച്ചിലൊക്കെ പോയി ഇരുന്നിട്ട് പയ്യെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. പക്ഷേ നേരെ ബീച്ചിൽ ചെന്നപ്പോഴാണ് ആ അവസ്ഥ കാണുന്നത്. ബീച്ച് ആകെ കുളമായി കിടക്കുന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നനഞ്ഞ് എന്തോ ഒരു ഡിസ്കംഫോർട്ടായിരുന്നു, അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അങ്ങനെ നേരെ അവിടുന്ന് വണ്ടി വിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. ഇത്തവണ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ലേഡി ലൈഫ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ വേറെ സ്പോട്ടുകൾ വരയ്ക്കും നമ്മൾ വേറെ ഇടയ്ക്കൊക്കെ പോയെങ്കിലും തിരിച്ചിവിടെ തന്നെ വീണ്ടും വന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഫുഡും ഒന്നിനൊന്നിന് അടിപൊളിയാണ് കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് ഒരാൾ ബബിൾ ടീ വാങ്ങിച്ചു കുടിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ആ കാര്യം ഞങ്ങളങ്ങ് മറന്നേ പോയി. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. വേറെ ആരും ഇല്ല, എൻ്റെ അനിയത്തിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ബബിൾ ടീ വാങ്ങി കുടിച്ചു, സൂപ്പറായിരുന്നു കേട്ടോ. അന്നേരം തൊട്ട് അവൾക്കും വേണമെന്ന് പറഞ്ഞായിരുന്നേ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആക്ച്വലി ഇതിൻ്റെ പേര് ബബിൾ ടീ എന്നല്ല, നമ്മൾ വാങ്ങിച്ച ഫ്ലേവറിൻ്റെ പേര് റോയൽ തായ് മിൽക്ക് ബോബ എന്നാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ കുരിശടിയിലേക്ക് വന്നായിരുന്നു കേട്ടോ. അത് താന്നിയിലുള്ള കുരിശടിയാണ്, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കുരിശടിയാണ്. അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ